നമസ്കാരം, വെൽക്കം ബാക്ക് ടു പ്ലസ് വൈബ് ഗൈസ്. അപ്പോൾ ഞാൻ ഈ പട്ടി ഷോ കാണിച്ച എങ്ങോട്ടാണെന്നല്ലേ, ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് മലയാറ്റൂർ വരെ പോയാലോ എന്നുണ്ട്. തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ മേളിലോട്ട് കയറും, അല്ലെങ്കിൽ അടിവാരം വരെ പോയി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പെരുകി വരുന്നതായിരിക്കും. അപ്പം ഞാൻ മാത്രമല്ല, ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് പോവാം. റെഡി അല്ലേ? വേറൊന്നല്ല, ഇന്ന് പുതുഞായറാണ്. അപ്പം മലയാറ്റൂർ പള്ളി പെരുന്നാളാണ്. തിരക്കില്ലെങ്കിൽ പറ്റുവാണെങ്കിൽ കയറും. ഗ്യാരണ്ടി ഒന്നും പറയാനൊന്നും പറ്റുന്നില്ല. പരമാവധി ഞാൻ കയറാണ്ടിരിക്കാൻ നോക്കും, പക്ഷെ ഇവരെന്നെ കയറ്റിക്കും ഗൈസ്. അപ്പം ഞാൻ എൻ്റെ പട്ടി ഷോ കാണിക്കട്ടെ, തുടങ്ങട്ടെ ഗൈസ്. അപ്പോൾ കാണാം, ടാറ്റാ ഗൈസ്. അപ്പോൾ നമ്മൾ കയറിയിട്ടുണ്ട്. കുട്ടിപ്പട്ടാളം ബാക്കിലാണ്. വിലക്കാണ് ഗൈസ്. നമ്മുടെ എലിയുണ്ട്. എനിക്ക് ഭയങ്കര ഭവ്യതൊക്കെ കാണിച്ച് ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന എന്നുള്ളൊക്കെ രീതിക്ക്. നമ്മുടെ പടം നയിക്കുന്ന കുതിര ജെയിംസ് ഏട്ടൻ, കുതിരയുടെ പത്നി നീതു. കൂർപ്പിക്കണ്ട, വല്ലാണ്ട് മോന്താകൻ തന്നെയാ ഗൈസ്. അപ്പൊ നമ്മൾ നെട്ടൂര് പാലം കയറിക്കൊണ്ടിരിക്കുകയാണ്. മൂട്ടിൽ കൊണ്ടുപോയി ചാർത്തിയേനെ ഗൈസ്. അപ്പൊ നമ്മള് നെട്ടൂരിന്ന് നമ്മള് NH-ലോട്ട് കയറിയിട്ടുണ്ട്. അപ്പൊ നമ്മളിനി പോണത് സ്ട്രെയിറ്റ് നമ്മളെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് വഴിയാണ് പോണേട്ടാ. നമുക്ക് രണ്ടു വഴി പോവാം, ഒന്ന് അങ്കമാലി വഴി പോവാം, അല്ലെങ്കിൽ ഇതുവഴിയും പോവാം. അപ്പൊ ഇനി നമ്മൾ നേരെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ വഴിയിലേക്ക് ഇട്ടാ ഗൈസ്. സുതിയേലെന്തോ ഓഫർ ഉണ്ടെന്ന് തോന്നുന്നു. ഭയങ്കര തിരക്ക്. നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടതാണ് കേട്ടാ. ഓക്കെ, എന്താ തിരക്ക് ഗൈസ്. അപ്പൊ നമ്മള് എടപ്പള്ളി എത്തി, സിഗ്നലിൽ കിടക്കാണ്. നല്ല ബ്ലോക്ക് ഉണ്ട്, കണ്ടല്ലോ അല്ലേ? മറ്റേ ബബിൾസ് വരുന്നവരെ കാണാനില്ല, അല്ലെങ്കിൽ ഇവര് ഓടിപ്പടഞ്ഞ് വരാറുണ്ടല്ലോ. കാണാല്ലേ, എന്തായാലും വരുമായിരിക്കും. ഓ, അപ്പൊ നീ കളയാറില്ല അല്ലേ? കട്ട ബ്ലോക്കാണ് ഗൈസ്. നല്ല ബ്ലോക്കാണല്ലോ. പോരാത്തിരുന്ന് ഞായറാഴ്ച പിന്നെ പറയണ്ടല്ലോ. പുതുഞായർ മലയാറ്റൂരുള്ളൂ, ഇവിടെ ഇല്ല. എടി ഗൈസ് 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 ആ, എന്താ പറയണ്ട അവരോട്? അതന്നെ കറക്റ്റ്. സബോള ഗൈസ്. അപ്പൊ ഞാനൊരു ചലഞ്ച് വെക്കാൻ പോവാണ്. ഇവിടെ നിന്ന് അവിടെ എത്തണ വരെ ഏളി ഉറങ്ങരുത്. ഉറങ്ങി കഴിഞ്ഞാൽ 1000 രൂപ ബെറ്റാണ് കേട്ടാ. ഉറങ്ങോ നോക്കാം, ഉറങ്ങും. 1000 എനിക്ക് കിട്ടും. അപ്പൊ ഏളി സെറ്റ് അല്ലേ? സെറ്റ്. അതിലല്ലേ കുട്ടികളൊന്നും ഇതിൽ ഇടപെടരുത്, ഓൺലി വലിയ. അപ്പൊ ഞാൻ ബെറ്റ് വെച്ചിട്ടുണ്ട്. ഉറങ്ങോന്ന് നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ കൂമ്പിരിട്ടി ഉറങ്ങിക്കഴിഞ്ഞാണ്ടല്ലോ കഴിഞ്ഞാൽ എനിക്ക് ചിക്കൻ വാങ്ങിത്തരും. ശരി 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 ഗൈസ്. അങ്ങനെ നമ്മൾ നിന്ന് അവസാന സിഗ്നൽ വീട് ഗൈസ്. അപ്പം നമ്മള് വീണ്ടും എടപ്പള്ളിന്ന് യാത്ര പോവാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ലുലുമാള് ക്രോസ് ചെയ്ത് പോവാണ്. ആദ്യം ഒരു വട്ടം എപ്പോഴും ലുലുമാളിലായിരുന്നു ഗൈസ്. പിന്നെ അത് പോയി പോയി മടുത്ത്. ഞായറാഴ്ചയായ കാരണം തീരെ തിരക്കില്ല, തീരെ വരിയൂല്ല. കണ്ടില്ലേ, ഈ നിന്നുള്ള ക്യൂ മുഴുവൻ അതിന്റെ ഉള്ളോട്ടാണ്. കണ്ടില്ലേ, നല്ല തിരക്കുണ്ട്. അപ്പൊ നമ്മള് ലുലുമാള് കഴിഞ്ഞു ഗൈസ്. రావులో రావులో రావులా నా పానం చేసి గిరో రావులో రావులా నా పానం చేసి గిరో రావులో రావులా నా పానం
పానం చేసింగిరో రావులో రావులా నా పానం చేసింగిరో రావులో. സുന്ദി ഫ്ലാറ്റ് ആയി ഗൈസ്. കുഞ്ചസ് ഉണ്ട്. കുഞ്ചസ് ആ പോരട്ടെ. അടിപൊളി പടം. അത് ലാസ്റ്റത്തെ ഇതാണെങ്കിലും അടിപൊളി. അല്ലെങ്കിൽ അല്ലു അർജുന്റെ പടങ്ങളൊക്കെ പൊളി പടങ്ങൾ തന്നെയാണ്. അടക്കിവാസി അയ്യോ അത് ആ പടത്തിന്റെ പേരെന്തായിരുന്നു? കൃഷ്ണ അല്ലേ? പക്ഷെ അങ്ങനെ ഞാൻ പറയാ റീൽസിൽ ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് അത്. എന്ത് വാതിലടഞ്ഞ സുഖമേ കാടും. ആ അടഞ്ഞ വാതിലടല് വേറെ കൂടി പെടണം, അപ്പൊ പൊളിക്കും. ഗൈസ്, അപ്പൊ നമ്മള് പെട്രോൾ അടിക്കാൻ കയറിയേക്കാണ് പെട്രോൾ പമ്പില്. സോറി, ഡീസൽ. അരെ ബൈ ഡീസൽ. ഗൈസ്, അപ്പൊ നമ്മള് നടന്നല്ല വണ്ടി ഓടിച്ച് നമ്മള് ആലുവ പാലം എത്തി ഗൈസ്. ആലുവ പാലത്തുമ്പോ നല്ല ബ്ലോക്കാണ് കേട്ടോ. എഴഞ്ഞ പോണത്. നാളെ സൂര്യഗ്രഹണം ആയതുകൊണ്ടാണോ ഇങ്ങനെ അല്ലേ? സൂര്യഗ്രഹണോ ചന്ദ്രഗ്രഹണോ നാളെ? ആ, ഒരു സൂര്യനൊരു മങ്ങിച്ച മണപ്പുറം എവിടെ അപ്പുറത്ത് വീടല്ലേ ഗൈസ്. അപ്പുറത്തെ പാലത്തും നല്ല തിരക്കുണ്ട് കേട്ടോ. ആലുവ പാലം പിന്നെ അങ്ങനെ തന്നെയാണല്ലോ ഗൈസ്. ഫെസ്റ്റിവൽ അല്ലേ? മലപ്പുറം അല്ല, ആലുവ മണൽപ്പുറം. മണല് ആ ഗൈസ്, നമ്മള് അതിസാഹസികമായി പാലം കയറി ഇറങ്ങി ഗൈസ്. അങ്ങനെ നമ്മൾ പോണ വഴിക്ക് ഇഫ്താർ കൊടുക്കണ കണ്ടു. അപ്പൊ നമുക്ക് ഇഫ്താറും കൊണ്ടുവരാനായിട്ടാ ആ ചേട്ടന്മാരും കൊണ്ടുവരുന്നുണ്ട്. ഈ ഞങ്ങളാണ് നമുക്ക് കൊണ്ടുവന്ന് തരണ കേട്ടോ. യൂട്യൂബ് ചാനലുണ്ട്, അതിന് വേണ്ടിട്ടാണ്. താങ്ക് യു ഗൈസ്. ഞാനപ്പോ പറഞ്ഞല്ലോ, ഞാൻ ആ യാത്രയുടെ ഭാഗമായിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവരെ കൈ കാണിച്ചപ്പോ നമുക്ക് മനസ്സിലായില്ല എന്താ സംഭവം എന്ന്. ഇവരോട് ഇഫ്താർ കൊടുക്കണതാണ് കേട്ടാ. അപ്പൊ ഭയങ്കര സന്തോഷം, കാരണം ജാതി മത ഭേദമില്ലാതെ എല്ലാവർക്കും ഒരു ഫുഡ് കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ കണ്ടപ്പോ എനിക്കൊരു സന്തോഷം തോന്നി. അപ്പൊ ഞാനത് വീഡിയോ എടുക്കാനായിട്ട് വേണ്ടി ഇവിടെ ഇറങ്ങിയതാണ് കേട്ടാ ഗൈസ്. എല്ലാവരും ഉണ്ട്, കണ്ടില്ലേ? സന്തോഷം ഗൈസ്, ഇത്ര നല്ലൊരു പ്രവൃത്തി ചെയ്യുന്നത് കണ്ടപ്പോ സന്തോഷം ഗൈസ്. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ഇഫ്താർ കൈമ സാമൂഹ്യം ഡയറക്ടേഴ്സ് അവര് നടത്തുന്ന യാത്രക്കാർക്കുള്ള ഒരു ഇഫ്താർ കിറ്റാണ് കേട്ടോ ഇത്. അപ്പൊ നമ്മളവിടെ പോയി വീഡിയോ ഒക്കെ എടുത്തു. സന്തോഷം ഗൈസ് നമുക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോ ഗൈസ്. അപ്പൊ ഇതാണ് നമുക്ക് അവര് തന്ന ഇഫ്താർ കിറ്റ്. അപ്പൊ അതില് ഇത്രയും സാധനങ്ങളുണ്ട്. സന്തോഷം ഗൈസ്, കാരണം ഭക്ഷണം നമുക്ക് കിട്ടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കൊടുക്കാനുള്ള മനസ്സെന്ന് പറയുന്നത് അതിനേക്കാൾ വലിയൊരു അനുഗ്രഹം ഉള്ളവർക്ക് മാത്രമേ അങ്ങനെ പറ്റുള്ളൂ കേട്ടോ. അപ്പം ഇന്നത്തെ കാലത്ത് തന്നെ നമുക്കറിയാം, ജാതിയുടെയും മതത്തിന്റെയും പേരിലൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടി നടക്കുന്ന കാലത്ത് നമുക്കിപ്പോ ജാതി മതം നോക്കാണ്ടാണ് അവര് നമുക്ക് ഇഫ്താർ കിറ്റ് തന്നത്. സന്തോഷമുണ്ട്, ദൈവം അനുഗ്രഹിക്കട്ടെ അവരെ. ഇനിയും ഇതേപോലെ അവർക്ക് കൊടുക്കാൻ പറ്റേണ്ടത് അത്ര ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഗൈസ്. ഞാൻ ഇഫ്താറിന്റെ വീഡിയോ എടുക്കാനുള്ള കാരണം എനിക്ക് ഷോ ഓഫ് കാണിക്കാൻ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല. ഭക്ഷണം കൊടുക്കണ കണ്ടപ്പോ സന്തോഷം തോന്നി, കാരണം അവർ ഇത്രയധികം കഷ്ടപ്പെട്ട് നോമ്പെടുത്തിട്ട് മറ്റുള്ളവരെ വയറ് നിറയാൻ വേണ്ടിയിട്ട് അവർ കൊടുക്കുന്ന കാണുമ്പോൾ അതൊരു സന്തോഷം തോന്നി. അതും വെൽ പാക്ഡ് ആക്കിയിട്ടുള്ള വൃത്തിക്കും മെനക്കുള്ള ഭക്ഷണമാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ അതും കൂടി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ, അവർക്ക് അതൊരു അംഗീകാരം അർഹിക്കുന്നതാണെന്ന് കണ്ടത് കൊണ്ടാണ് ഞാനത് വീഡിയോ എടുത്തത്. അപ്പം എല്ലാവർക്കും അത് പ്രചോദനമാവണം. നമ്മളിപ്പം ഇന്നത്തെ കാലത്ത്
വെൽ ഡ്രസ്ഡ് ആയിട്ട് നടക്കുന്ന ആൾക്ക് നമ്മൾ ഒരാളോടും ചോദിക്കില്ല ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ വിശക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചോദിക്കാറില്ല. ഇപ്പം ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും അത് ചോദിക്കാറില്ല. പക്ഷേ അങ്ങനെ ചോദിക്കണം. അങ്ങനെ എന്താ പറയുക, ഇത് എല്ലാവർക്കും ഒരു പ്രചോദനം ആവട്ടെ, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മലയാറ്റൂർ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ കാണാം ഗൈസ്. നമ്മളെ യാത്ര തുടർന്ന് നമ്മളിത് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ വഴിക്ക് തിരിഞ്ഞേട്ടാ ഗൈസ്. ദേ നമ്മുടെ സ്ഥലം. നമുക്ക് ഇനിയും പോവാനുണ്ട് കുറെ ദൂരം. സോളാർ എനർജി ഗൈസ്. അപ്പം നമ്മള് ഏകദേശം അടിവാരെത്തി. ഇനി കുറച്ചും കൂടി ഉള്ളു നമ്മൾ മലയാറ്റൂർക്ക് എത്താനായിട്ടാ. സാധാരണ ഗൈസ് നമ്മള് ഒന്നല്ലെങ്കിൽ ഓശാന ഞായർ അല്ലെങ്കിൽ പെസവ്യാഴം ദുഃഖവെള്ളി അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ പോവാറ്. ഈ ഒരു കൊല്ലം നമുക്കൊരു മിസ്സിങ് പറ്റി. നമ്മൾ എന്തായാലും പുതുഞായറിന് പോവാന്ന് വിചാരിച്ചു. അങ്ങനെ വന്നതാണ് കേട്ടോ. ഈ പുതുഞായറിനൊരു പ്രത്യേകതയുണ്ട്. പുതുഞായർന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാറ്റൂർ പള്ളി പെരുന്നാളാണ് ഈ പുതുഞായർ എന്ന് പറയുന്നത്. അപ്പം നല്ല തിരക്കായിരിക്കുന്നതാണ്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ നല്ല തിരക്കുന്നാണ് ഞാൻ കേട്ടേക്കണം. ഇന്നിപ്പോൾ ഇനി എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. എൻ്റെ ഗൈസ് പെരുന്നാളില് എല്ലാം ലൈറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ വഴി ഫുള്ള് ലൈറ്റാണ്. ഇവിടെ തൊട്ട് തുടങ്ങായി. ഗൈസ് ആ കാണുന്നതാണ് നമ്മുടെ മലയാറ്റൂർ മല കേട്ടോ. ആ ലൈറ്റ് കാണുന്നത് അവിടേക്കാണ് നമ്മളിപ്പോൾ പോയോണ്ടിരിക്കുന്നത്. കണ്ടപ്പോൾ വ്യക്തമായിട്ട് കാണാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ കാണുന്ന മലയിലേക്കാണ് നമ്മൾ പോയോണ്ടിരിക്കുന്നത്. കയറാനായിട്ട് പോകുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ മലയാറ്റൂർ എത്തി. വണ്ടിയും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കയറാനുള്ള പോവാണ് കേട്ടോ. മല കയറാൻ പോവാണ്. നല്ല രീതിക്കുള്ള തിരക്കില്ല. ആസ് യൂഷ്വൽ ഉണ്ടായിരുന്ന പോലെ തന്നെ ഉണ്ട് കേട്ടോ. തിരക്കുണ്ട് അത്യാവശ്യം ഗായ്സ്. അപ്പം നമ്മളെല്ലാവരും മല കയറാൻ പോവാണ്. കയറല്ലേ? ഓക്കെ അല്ലേ? സെറ്റ് സെറ്റ്. കേട്ടറിഞ്ഞു വിശ്വസിക്കാൻ സാധ്യമല്ലെന്നോ നീ, തൊട്ടറിഞ്ഞു വിശ്വസിച്ചു സത്യവാദിയായി നീ, സത്യവാദിയായി നീ. പൊന്നും കുരിശുമുത്തപ്പോ പൊന്മലകേറ്റം, പൊന്നും കുരിശുമുത്തപ്പോ പൊന്മലകേറ്റം. വ്യാധികൾ മാറ്റി തീരാത്ത ദുഃഖമകറ്റി അടിയങ്ങൾക്ക് അഭയം നൽകൂ പൊന്നും കുരിശുമുത്തപ്പോ, പൊന്നും കുരിശുമുത്തപ്പോ. ഗായ്സ് അങ്ങനെ ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒടുക്കത്തെ ചൂട് വേർത്ത് കുളിച്ചു ഗൈസ്. കുരിശുമുത്തപ്പോ പൊന്മലകേറ്റം.
ഗൈസ് അപ്പോൾ നമ്മൾ 10ാം സ്ഥലം എത്തി ഗൈസ്. നടന്ന് ഉപ്പാടിളകി ഗൈസ്. വേർത്ത് കുളിച്ച് വേറെ കണ്ടാ ഇത്രയും നമ്മൾ കയറി വന്നെങ്കിൽ 4 സ്ഥലം കൂടി ഉണ്ട് ഗൈസ്. അതുകൂടി കയറി കഴിഞ്ഞാൽ മുത്തപ്പന കാണാം. ഗൈസ് അങ്ങനെ നമ്മൾ കയറി 13ാം സ്ഥലം എത്തി ഗൈസ്. അവശം വിലയായി. അപ്പോൾ വെള്ളം കുടിക്കാനായിട്ട് എല്ലാവരും ഇരിക്കുകയാണ്. എത്തിച്ചാണ് കയറുന്നത്. അയ്യാണ്ടായി ഗൈസ്. നല്ല ചൂട്, തളർന്നു പോവാ. ഗൈസ് അങ്ങനെ ഞാൻ മേളിലോട്ട് എത്തി, അതായത് മുത്തപ്പൻ്റെ അടുത്തോട്ട് എത്തി. അപ്പോൾ 14ാം സ്ഥലമാണിത്. ഇമാതിരി വെയിറ്റുള്ള ഈ കുരിശുകൾ മേളിലോട്ട് എത്തിക്കുമ്പോൾ ആ കൊണ്ടുവന്നവരെ നമ്മൾ ശരിക്കും നമിക്കണം. തന്നെത്താൻ നടക്കാൻ നമുക്ക് പറ്റില്ല. അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ കുരിശും കൂടി കൊണ്ടുവരുമ്പോൾ ശരിക്കും അവരെ സമ്മതിച്ചു കൊടുക്കണം. ഈ പാറക്കെട്ടിൻ്റെ ഇടയിൽ കൂടെ നടന്ന് വരാമെന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല ഗൈസ്. അങ്ങനെ ഫൈനലി നമ്മൾ പുണ്യാളുടെ അടുത്ത് മുത്തപ്പൻ്റെ അടുത്ത് എത്തി ഗൈസ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. ഞാൻ ചെറുപ്പത്തിലൊക്കെ ആലോചിക്കും ഈ പുണ്യാളിലും മേളിലൊക്കെ പോയിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഈ മലയുടെ മുകളിലൊക്കെ കയറി ഇരുന്നിട്ട് എന്തൊക്കെ കിട്ടണേ. പക്ഷെ നമ്മൾ വലുതായപ്പോഴാണ് മനസ്സിലായത് ഇത്രയും നമ്മൾ കഠിനമായിട്ട് നമ്മൾ കയറാൻ പറ്റാഞ്ഞിട്ടും കുറേ ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചിട്ടാണ് മേളിലോട്ട് എത്തുന്നത്. അപ്പം കിട്ടണ ഒരു ആ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒരു തവണയെങ്കിലും നിങ്ങൾ അത് എക്സ്പീരിയൻസ് ചെയ്യണം. കയറാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പുണ്യാളനാണിത്. ഇതാണ് നമ്മുടെ തോമസ് ലീഹ കേട്ടോ. അപ്പോൾ പുണ്യാളെ കണ്ടു, മനസ്സ് നിറഞ്ഞു. ഇപ്പോൾ നേർച്ചയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് എടുത്ത് പിടിച്ചിട്ടുണ്ട്. ഈ അടിയിൽ നിന്ന് നമ്മൾ ഇത്ര അധികം കയറി ഇതിൻ്റെ മുകളിലെത്തി ആ പാറപ്പുറത്ത് ഒരു 2 മിനിറ്റ് നിൽക്കുമ്പോൾ കിട്ടണ ഒരു സുഖം ഉണ്ടല്ലോ. നല്ല കാറ്റാണ്, നല്ല കാറ്റെന്ന് പറഞ്ഞാൽ നല്ല കാറ്റാണ്. ഒരു പ്രത്യേക തരം കാറ്റാണ്. കാടാണ് കേട്ടോ, അത് കൊടും കാടാണ്. അപ്പോൾ ഇതാണ് പണ്ട് ആന വന്ന് കുത്തിയ പള്ളിയാണ്. അപ്പോൾ അത് അവിടെ ചില്ലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം പാറപ്പുറത്ത് എല്ലാവരും വിശ്രമിക്കുകയാണ് കേട്ടോ. എല്ലാവരും ടയേർഡാണ്. കാരണം അമ്മാതിരി യുദ്ധം കഴിച്ചിട്ടാണ് താഴെ നിന്ന് കയറുന്നത്. അപ്പം ഞങ്ങളും ഇവിടെ ഇരിപ്പാണ്. ഗൈസ് അങ്ങനെ നമ്മൾ മലയാറ്റൂർ പള്ളി കയറി ഗൈസ്. പുണ്യാളെ കണ്ട്, ആന കുത്തിയ പള്ളിയും കണ്ട്, പാറപ്പുറത്ത് കാറ്റ് കൊള്ളാനിരിക്കുകയാണ് ഗൈസ്. ഈ മല കയറിയ വേണ്ടി കാറ്റ് കൊള്ളുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ ഗൈസ്, പറഞ്ഞറിയിക്കാൻ വയ്യ. ഞങ്ങളെല്ലാവരും ഉണ്ട്. ഒക്കെ ചക്ക വെട്ടിട്ടിരിക്കണ പോലെ ഇരിക്കുന്നുണ്ട് ഗൈസ്. കാരണം അത്രയ്ക്ക് വയ്യാണ്ടായി. അതെ നമ്മൾ റെസ്റ്റ് എടുക്കാനായിട്ട് ഇരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മളെ നേർച്ച കേട്ടോ. മറ്റേ അരി, കുരുമുളക്, എള്ള്, പയറ്, മുതിര എല്ലാം മിക്സിങ് ആണ് അല്ലേ. ഇതാണ് പൊൻകുരിശ് എന്ന് പറയണത് കേട്ടോ. പൊൻകുരിശ് എന്ന് പറയാൻ കാരണം നമ്മുടെ തോമസ് ലീഹയുടെ കുരിശ് അവിടെ പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പൊൻകുരിശ് എന്ന് പറയാനുള്ള കാരണം. പിന്നീട് ഈ പൊൻകുരിശിൻ്റെ പേരും പറഞ്ഞിട്ടാണ് മലയാറ്റൂർ മലയ്ക്കും ഒട്ടനവധികൾ പേരുകൾ വന്നിട്ടുള്ളത്. പൊന്നിൻ കുരിശുമല, അതുപോലെ തന്നെ കുരിശുമുടി, അങ്ങനെ ഒട്ടനവധി പേരുകൾ നമ്മുടെ മലയാറ്റൂർ മലയ്ക്കുണ്ട് കേട്ടോ. പിന്നെ ഈ കാണുന്ന സ്ഥലത്താണ് തോമസ് ലീഹയുടെ പാദം പതിഞ്ഞിട്ടുള്ള സ്ഥലം. അതായത് ആ പാറയിൽ നമ്മുടെ തോമസ് ലീഹയുടെ പാദം പതിഞ്ഞിട്ടുണ്ട്. അത് അവിടെ വ്യക്തമായ ഒരു സെക്യൂർ ചെയ്ത് എന്താ പറയുക മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. വൈറ്റ് കളറ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതിൻ്റെ അകത്താണ് തോമസ് ലീഹയുടെ എന്ന് പറയപ്പെടുന്ന പാദം അവിടെ പതിഞ്ഞിട്ടുള്ളത്. അവിടെ ഇപ്പോഴും അത് നമുക്കത് കാണാനായിട്ട് പറ്റും. തോമസ് ലീഹയുടെ പാദമുദ്ര കേട്ടോ ഗായ്സ്. അപ്പോൾ നമ്മൾ മുത്തപ്പനെ ഇറങ്ങാണ്. അപ്പോൾ പൊന്മല ഇറക്കമാണ്, ഇറങ്ങാൻ പോവാണ്. 2-3 സ്ഥലത്തൊക്കെ ഞാൻ പോയി നമസ്കരിച്ചു. അപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സെറ്റായിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ ഇനി ഇറങ്ങാണ് കേട്ടോ ഗായ്സ്. അപ്പോൾ നമ്മളെല്ലാവരും വെള്ളം കുടിക്കാൻ കയറിയേക്കാണ്. എല്ലാ ആവറ്റങ്ങളുണ്ട്. പിന്നെ നമുക്കിവിടെ വെള്ളം എടുത്തോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ചേട്ടൻ.
ഗൈസ് അങ്ങനെ ഞങ്ങള് മല കയറി ഇറങ്ങി ഗൈസ്. ഉറക്കം വന്നിട്ട് കണ്ണ് കാണാല്ലേ ഗൈസ്. സമയം ഇപ്പോൾ 1 ഇനി എന്തെങ്കിലും കഴിക്കണം, വീടെത്തണം, കിടക്കണം. അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.